ഇനി രണ്ട് സ്ഥലത്ത് വോട്ട് ചേർക്കുന്ന ഇത്ര മഹാപരാധാണെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ് MP വിൻസെന്റിനെതിരെയാണ് ആദ്യ കേസെടുത്തത്. MP വിൻസെന്റിനെതിരെ. അദ്ദേഹത്തിന്റെ വീട് അളഗപ്പ നഗറിലാണ്. അദ്ദേഹത്തിന് പ്രായപൂർത്തിയായി അന്നു മുതൽ അളഗപ്പ നഗറിൽ വോട്ടുണ്ട്. ഇതാണ് വോട്ടർ പട്ടിക. അദ്ദേഹം 2016 ഒല്ലൂര് മണ്ഡലത്തിൽ ഒന്ന് വോട്ട് ചേർത്തു. 2016 അദ്ദേഹം ഒല്ലൂരിൽ വോട്ട് ചെയ്തു. ഇത് അദ്ദേഹം കൊടുത്തുള്ള സത്യവും. ഈ അളഗപ്പ നഗർ എന്ന് പറഞ്ഞ ഒല്ലൂരിൽ നിന്ന് നോക്കിയാൽ കാണാം. തൊട്ടടുത്താണ്. അവിടെ പോയിട്ട് വോട്ട് ചെയ്ത് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇവിടെ വീടുണ്ടായിരുന്നു അന്ന്. അദ്ദേഹം ഓഫീസിന്റെ പേരിലാണ് താമസിക്കുന്നില്ല. ഓഫീസിന്റെ പേരിൽ അദ്ദേഹം വോട്ട് ചേർത്ത് വോട്ട് ചെയ്തു. അപ്പൊ ഇത് തെറ്റല്ലേ? ഞങ്ങളുടെ അഭിപ്രായത്തിൽ രണ്ട് സ്ഥലത്ത് വോട്ടുള്ള പല ആളുകളുണ്ട്. പക്ഷെ രണ്ട് സ്ഥലത്ത് ഒരിക്കലും വോട്ട് ചെയ്യാൻ പാടില്ല. ഒരു സ്ഥലത്ത് ചെയ്യാൻ പാടില്ല. രണ്ട് സ്ഥലത്ത് ചെയ്താൽ അത് കള്ളവോട്ടാണ്. ഇത്ര സ്ട്രിക്റ്റ് സെൻസിൽ ഒരു സ്ഥലത്ത് വോട്ട് ഡിലീറ്റ് ചെയ്ത് പുറത്ത് ചേർത്ത സുരേഷ് ഗോപിയെ പോലും നിങ്ങൾ ക്രൂശിക്കുമ്പോ ഈ ആളുകളൊന്നും ചെയ്തത് തെറ്റല്ലേ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലെ, സ്വന്തം കൈകൾ പരിശുദ്ധമല്ലാതെ മറ്റുള്ളവർക്കെതിരെ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നതിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പരാതി. BJP സമ്പൂർണ്ണമായിട്ടുള്ള വിജയമാണ് നേടിയിട്ടുള്ളത്. ആധികാരികമായിട്ടുള്ള വിജയമാണ് നേടിയിട്ടുള്ളത്. സകല മേഖലകളിലാണ് വിജയം നേടിയിട്ടുള്ളത്. തൃശ്ശൂരിലെ ജനങ്ങൾ നെഞ്ചേറ്റിയതിന്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ വിജയം. നെഞ്ചേറ്റിയതാണ്. എന്തൊക്കെ കള്ള ആരോപണങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിച്ചു. പെണ്ണ് കേസിൽ വരെ കുടുക്കി, കരുവന്നൂര് കേസിൽ കുടുക്കി. അദ്ദേഹം ഒരു കിരീടം സമർപ്പിച്ചതിനെ അപമാനിച്ചു. ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അതിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായത്. ഇപ്പോൾ ഈ നടക്കുന്ന അപവാദ പ്രചരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി. നിങ്ങൾ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതിയിട്ട് ഇത്തരത്തിലുള്ള കള്ള പ്രചരണം നടത്തി ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആ വോട്ടർമാരെ അപമാനിക്കുന്ന, വോട്ടർമാരെ കള്ളന്മാരാക്കുന്ന നിങ്ങളുടെ ഈ നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.